നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിക്കുന്ന KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടക്കുന്ന പോലീസിന്റെയും CPM-ന്റെയും മുഖ്യമന്ത്രിയുടെയും ഗൺമാന്മാരുടെയും ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. നഗര കേന്ദ്രത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ച് താലൂക്ക് ആശുപത്രിക്ക് മുൻവശത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ ബിജോയ് ബാബു, ET മാത്യു, ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വാസു കോട്ടൂൽ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് K ജയശങ്കർ, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് കവിത പ്രേമരാജ്, മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു C ബേബി, AP ബെന്നി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് AM നിധീഷ്, ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കൾ, കൌൺസിലർമാർ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ആ കടുവ അരജീവനായി നിൽക്കുകയാണ്. എന്നാലും വലിയ പ്രദർശന വസ്തുവാണ്. ഇത് തന്നെയായിരിക്കും നമ്മുടെ പല മന്ത്രിമാർക്കും ഇനി കിട്ടാൻ പോകുന്ന സൗകര്യം. ഈ വാഹനവും ഇവരൊക്കെ കൂടി എവിടെയെങ്കിലും ഇങ്ങനെ ആളുകളെ കാണിക്കാൻ വേണ്ടി നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരും. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ദയനീയമായ സ്ഥിതി തോന്നുകയാണ്. കേരളത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഗവർണർ പോലീസിന്റെ പ്രൊട്ടക്ഷൻ വേണ്ട എന്ന് പറഞ്ഞ് വിടായി തെരുവിൽ അലുവ മേടിക്കാൻ നടക്കുക. അയാളെ പിടിക്കണോ പിടിക്കണ്ടയോ എന്ന് പോലീസിന് നിർദ്ദേശം കൊടുത്തില്ല. അയാളെ സഹായിക്കണോ? സഹായിക്കുക എന്നല്ല ഇപ്പൊ പറയാ. അവര് ഇത്തരം സന്ദർഭങ്ങളിൽ സഹായിക്കുക എന്നാ പറയാ. സഹായിക്കണ്ട, എനിക്ക് സഹായമൊന്നും വേണ്ട എന്ന് പറഞ്ഞ അദ്ദേഹം ഇതിന്റെ കൂടെ നടക്കുക. പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുത്തു തീർക്കുമോ? ഈ ജാഥ അവിടെ എത്തിയാൽ എന്ത് മറുപടിയാണ്, എന്ത് പരിഷ്കാരമാണ്, ഏത് നവകേരളമാണ് സൃഷ്ടിക്കപ്പെടുന്നത്? അവർക്ക്, പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കുവാനുള്ളത്. പാവപ്പെട്ട ലക്ഷം വീട്ടിലെ തങ്കച്ചേച്ചിക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല, 4 മാസമായി പട്ടിണിയില, മരുന്ന് മേടിക്കാൻ കാശില്ല. അത് മാറുമോ? അല്ല. നമ്മുടെ KSRTC ജീവനക്കാർക്ക് ശമ്പളം ശരിക്കും കൊടുക്കുമോ? അവരുടെ പരാതി പരിഹരിക്കുമോ? ഞാൻ ചോദിക്കട്ടെ, കരുവന്നൂരിലെ ഇവരൊക്കെ ചേർന്ന് അതായത് ഇവരൊക്കെ ചേർന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ വർഗീസ് ചേട്ടനെ ഇതാ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക.